ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2025 ജർമ്മനിയിൽ വന്ന പ്രധാന മാറ്റത്തെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർക്കും അതുപോലെ ഇവിടെ താമസിക്കുന്നവർക്കും സ്റ്റുഡൻസിനും അതുപോലെ ഹെൽത്ത് കെയറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനലിൽ ഇതുപോലെ ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ആദ്യമായിട്ട് ജർമ്മനിയിൽ വിസ പ്രോസസ്സിങ്ങിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജർമ്മൻ ഗവൺമെൻറ് ഇപ്പോൾ ഫെഡറൽ ഫോറിൻ ഓഫീസ് വഴി ഒരു പുതിയ വിസ പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് കോൺസുലാർ സർവീസ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് വിസ ആപ്ലിക്കേഷൻസ് ചെയ്യാൻ സാധിക്കും. ഏത് വിസ കാറ്റഗറി ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ സ്റ്റഡി വിസയാണെങ്കിലും ഫാമിലി റീയൂണിഫിക്കേഷൻ വിസയാണെങ്കിലും അതുപോലെ വർക്ക് വിസയാണെങ്കിലും നമുക്കിപ്പോൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്ത് ജർമ്മനിയിൽ താമസിക്കുന്നവർക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് PR-ന് അപ്ലൈ ചെയ്യുമ്പോഴും അതുപോലെ വിസ റിന്യൂവലിന് അപ്ലൈ ചെയ്യുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം, നമ്മൾ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ എംബസിയിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്താണ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നേന്ന് സബ്മിറ്റ് ചെയ്ത് വളരെയധികം ഡിലേ ആയിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഡോക്യുമെൻറ്റ്സ് മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസൈൻ ചെയ്ത ആ ഒരു പേഴ്സൺ ശരിക്കും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം റിവ്യൂ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബയോമെട്രിക്കിന് മാത്രം നമ്മൾ അവിടെ ചെന്നാൽ മതി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ധാരാളം സമയം സേവ് ചെയ്യുമെന്നാണ് പറയുന്നത്. PR ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ പോയി കളക്ട് ചെയ്യാണ് മുമ്പുണ്ടായിരുന്നത്. എന്നാൽ 2025 മുതൽ PR കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ പോവേണ്ട ആവശ്യമില്ല, ഓഫീസിൽ പോവേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹോം അഡ്രസ്സിലോട്ട് ഡെലിവറി ചെയ്യും. അതുപോലെ തന്നെ പാസ്പോർട്ടിലും വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും അതും വേണമെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്ത് ഹോം അഡ്രസ്സിലോട്ട് കിട്ടാവുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ജോബ് കോൺട്രാക്റ്റിനെ കുറിച്ചാണ്. നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇതിനു മുമ്പൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ഓഫർ ലെറ്റർ വരുന്നത് പോസ്റ്റൽ വഴി ഒരു ഹാർഡ് കോപ്പി ആയിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ കോപ്പി ആയിട്ട് തന്നെ അയച്ചു തരും. നമ്മളത് സൈൻ ചെയ്ത് തിരിച്ചയച്ചു കൊടുത്താൽ മതി. ഈ കോപ്പി വെച്ചിട്ട് തന്നെ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുവഴി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് അല്ലേ. 1 മാസം വരെ ചിലപ്പോൾ എടുക്കും പോസ്റ്റൽ വഴി ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഈ കോൺട്രാക്ട് ലെറ്റർ എത്താനായിട്ട്. എന്നാൽ ഈ ഒരു ടൈം ശരിക്കും പറഞ്ഞാൽ ഇനി മാറുകയാണ്. അപ്പം ഇതുവഴി കുറേയധികം ടൈം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്സ് റൂൾസിനെ കുറിച്ചാണ്. സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് ടാക്സ് റൂൾസ് മാറിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്കറിയാം, നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്നവർക്ക് ഇവിടുത്തെ ചിലവിന് നമുക്ക് പാർട്ട് ടൈം ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം പാർട്ട് ടൈം ജോലിക്ക് പോകുമ്പോൾ 2024 €538 ടാക്സ് ഫ്രീ ആയിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു എമൗണ്ട് വരെ നമുക്ക് ടാക്സ് കൊടുക്കണ്ട. എന്നാൽ ഈ കൊല്ലം മുതൽ 2025 മുതൽ €556 വരെ ടാക്സ് ഫ്രീ ആയിട്ടാണ്. അപ്പം ഈ ഒരു എമൗണ്ടിന് മുകളിലാണെങ്കിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി. ശരിക്കും ഇതൊരു ചെറിയ എമൗണ്ട് ആണെങ്കിലും സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. അടുത്ത ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്ലൂ കാർഡിന് ഇപ്പോൾ സാലറി ത്രെഷോൾഡ് കുറച്ചിരിക്കുകയാണ്. അതായത് പണ്ട് സാലറി കൂടുതലുള്ളവർക്ക് ബ്ലൂ കാർഡ് കിട്ടുകയുള്ളൂ. എന്നാൽ ഇപ്പോഴാണെങ്കിൽ സാലറിയുടെ ത്രെഷോൾഡ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ പറഞ്ഞ സാലറി ഉള്ളവർക്കും ശരിക്കും ഈ ബ്ലൂ കാർഡ് കിട്ടാവുന്നതാണ്. ഇനി പറയുന്നത് ബോട്ടിൽ നെക്ക് പ്രൊഫഷൻസിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ഏരിയാസാണ്. അതിൽ സാലറി ഈവൻ കുറവാണെങ്കിൽ പോലും ബ്ലൂ കാർഡിന് ഇനി മുതൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഏകദേശം €43,700 ഈ ആ ഒരു ബാൻഡിൽ വരുന്നത്. ആ ഒരു പ്രൊഫഷൻസിൽ വരുന്നവർക്ക് ഇനി മുതൽ ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബോട്ടിൽ നെക്ക് പ്രൊഫഷൻസ് നോക്കുകയാണെങ്കിൽ ഡെൻറ്റിസ്റ്റ്, വെറ്റിനറൻസ്, ഫാർമസിസ്റ്റ്, അതുപോലെ മൈനിങ്, കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ ഒരു കാറ്റഗറി നമ്മൾ പറഞ്ഞത്. ബ്ലൂ കാർഡിനെ കുറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, റിലവൻ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇനി ബ്ലൂ കാർഡ് കിട്ടാൻ എളുപ്പമാണ്. കാരണം ഇതിന് മുമ്പാണെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഏരിയയിൽ ഡിഗ്രി ഉള്ളവർക്ക് ബ്ലൂ കാർഡ് എളുപ്പം കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. റിലവൻ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും കൺസിഡർ ചെയ്തിട്ട് ബ്ലൂ കാർഡ് കിട്ടാനുള്ള ചാൻസ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതിനു മുമ്പായിട്ട് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് 3 വർഷം വേണ്ടിയിരുന്നു ഒരു ജോലി കിട്ടാനായിട്ട്. എന്നാൽ അത് റെഡ്യൂസ് ചെയ്തിപ്പോൾ 2 ഇയേഴ്സ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്.
അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മനിയിൽ ടാക്സ് സിസ്റ്റത്തിൽ വന്ന കുറച്ച് മാറ്റത്തെക്കുറിച്ചാണ്. ജർമ്മനിയുടെ ടാക്സ് സിസ്റ്റം നമുക്കറിയാം പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റമാണ് അല്ലേ. അതായത് എത്ര കൂടുതൽ നമ്മൾ സമ്പാദിക്കുന്നു അത്രയും ടാക്സ് കൂടുതൽ കൊടുക്കണം. ടാക്സബിൾ എമൗണ്ട് നോക്കുകയാണെങ്കിൽ 68,430 താഴെയാണെങ്കിൽ 42% വരില്ല ടാക്സ്. അതായത് നമുക്ക് വരുന്ന ടാക്സ് ക്ലാസ് ഏതാണോ ആ ഒരു കാറ്റഗറിയിലേ വരുള്ളൂ. എന്നാൽ ഈ ഒരു എമൗണ്ടിന് മുകളിലാണ് വരുന്നതെങ്കിൽ, അതായത് 68,400 യൂറോയ്ക്ക് മുകളിലാണ് വരികയാണെങ്കിൽ 42% ടാക്സ് കൊടുക്കണം. അത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഏൺ ചെയ്യുന്നവർക്ക് അതൊരു നല്ല കാര്യമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹെൽത്ത് ഇൻഷുറൻസിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ഇൻഷുറൻസ് ജർമ്മനിയിൽ മാൻഡേറ്ററി ആണല്ലേ. അപ്പോൾ ഇതിൽ ഒട്ടുമിക്ക എല്ലാവരും എടുക്കുന്നത് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതുപോലെ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറിയുടെ 14.6% ഇൻഷുറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ കൊടുക്കണം, അതുപോലെ ബാക്കി പകുതി കൊടുക്കേണ്ടത് എംപ്ലോയറാണ്. അപ്പം ഈ ഒരു ഇൻഷുറൻസ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് കൂടിയിരിക്കുകയാണ്. അതായത് 2025 കൂടി നമുക്ക് TK എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ അവർ 2.5% കൂട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 2024 കിട്ടിയ സാലറിയിൽ നിന്ന് ഇച്ചിരി നമുക്ക് കുറയും 2025 പോകുമ്പോൾ. കാരണം ഈ പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ആക്സസ് ആണ്. ജർമ്മനിയിൽ താമസിക്കുന്നവർ തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യമാണിത്. 2025 മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ആക്സസ് ശരിക്കും പറഞ്ഞാൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ പൊതുവേ നമുക്ക് ടെസ്റ്റ് ചെയ്ത റിസൾട്ടൊന്നും നമുക്ക് കിട്ടാറില്ല, അത് അവർ നമുക്ക് കൈമാറില്ല. പക്ഷേ 2025 ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തന്നെ ഇതൊരു മുൻകൈ എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നാട്ടിൽ നിന്നൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റിപ്പോർട്ട്സ് എല്ലാം ലഭ്യമായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണമെങ്കിൽ നാട്ടിലൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റും. കിൻഡർഗാർട്ടനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചൈൽഡ് ബെനിഫിറ്റ് അല്ലെങ്കിൽ കിൻഡർഗാർട്ടൻ നോക്കുകയാണെങ്കിൽ 2024 വരെ 255 യൂറോയാണ് ഒരു കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ 2025 ഇത് 259 യൂറോ ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ബാങ്ക് ട്രാൻസ്ഫർ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻസ്റ്റൻറ്റ് ബാങ്ക് ട്രാൻസ്ഫറിന് ഇനി മുതൽ ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല. ഇതിനു മുമ്പ് നമുക്കറിയാം ഇൻസ്റ്റൻറ്റ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 50 സെൻറ്റ് അല്ലെങ്കിൽ 1 യൂറോ വരുന്നതാണല്ലേ. അപ്പോൾ ഈ ഒരു ചാർജാണ് 2025 കൂടി മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് കുറച്ച് ചെറിയൊരു എമൗണ്ട് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് നമുക്കറിയാം 49 യൂറോയാണ് മന്ത്ലി വരുന്നത് അല്ലേ. അപ്പോൾ ഇത് ശരിക്കും 2025 വരുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. 58 യൂറോ ആണ് പെർ മന്ത് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം നമുക്കറിയാം, നമുക്ക് ബസ്സിൽ അല്ലെങ്കിൽ ട്രാമിൽ റീജിയണൽ ട്രെയിൻസൊക്കെ ഉപയോഗിച്ച് ജർമ്മനി മൊത്തം നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് അതായത് ഉൾപ്പെടുത്താത്തതെന്ന് പറഞ്ഞാൽ IC അല്ലെങ്കിൽ ICE ട്രെയിൻസൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പൈസ കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പുതിയ വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.